ഇന്നലെ അതിന്റെ മറ്റു കാര്യങ്ങളൊക്കെ സൂചിപ്പിച്ചതാണ്. ബി.ജെ.പിയുടെ സംസ്ഥാന പ്രസിഡന്റിന്റെ ഇന്നലത്തെ പത്രസമ്മേളനത്തോടു കൂടി കാര്യങ്ങൾ ഏറെക്കുറെ വ്യക്തമായിരിക്കുക. ആരാണ് ഇതിന്റെ പിന്നിലെന്നുള്ളത് വളരെ കൃത്യമായി ബി.ജെ.പി സ്റ്റേറ്റ് പ്രസിഡന്റിന്റെ പത്രസമ്മേളനത്തോട് ബോധിയിരിക്കുക. കേന്ദ്ര സർക്കാരിന്റെ സഹായം കിട്ടാൻ വൈകുന്നത് കേരളത്തിലെ ചില ബി.ജെ.പി നേതാക്കന്മാരുടെ കുത്തിത്തിരിപ്പിന്റെ ഭാഗമായിട്ടാണ് എന്ന് കേരളത്തിലെ ജനങ്ങളാകെ ചർച്ച ചെയ്യുന്നു. ബി.ജെ.പിയിൽ നിസ്വാർത്ഥമായി പ്രവർത്തിക്കുന്ന പലരും ഈ ഒരു വികാരത്തോടൊപ്പം നിൽക്കുന്നു. ഇങ്ങനെ മുടക്കുന്നത് ശരിയാണോ, കുത്തിത്തിരിപ്പുണ്ടാക്കുന്നത് ശരിയാണോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ബി.ജെ.പിക്ക് അകത്തുൾപ്പെടെ ഉയർന്നു വരുന്നു. ആ ഒരു ഘട്ടത്തിലാണ് ഇങ്ങനെയുള്ള വാർത്ത വന്നിട്ടുള്ളത്. കേരളത്തിലെ പല മാധ്യമ സ്ഥാപനങ്ങളിലും ബി.ജെ.പിയുടെ ഏജന്റുമാരായി പലരും പ്രവർത്തിക്കുന്നുണ്ട്. ബി.ജെ.പിക്ക് വേണ്ടി ദാസവേല ചെയ്യുന്ന പലരും കേരളത്തിലെ പല മാധ്യമ സ്ഥാപനങ്ങളിലും ജോലി ചെയ്തു വരുന്നുണ്ട്. കേന്ദ്ര സർക്കാരിനെതിരെ വികാരം വരുമോ എന്നുള്ള ഭയത്താൽ വളരെ ബോധപൂർവം ഇത്തരം ബി.ജെ.പി ഏജന്റുമാർ സൃഷ്ടിച്ച വാർത്തയായിട്ട് ഇതിനെ കാണേണ്ടതുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ വയനാട്ടിൽ ദുരന്തത്തിന്റെ ഭാഗമായി പ്രയാസം അനുഭവിക്കുന്നവർക്ക് ലഭ്യമാകേണ്ട സഹായത്തെ തടയാനുള്ള ഒരു നീക്കമായി ഇത് മാറുന്നുവെന്ന് സമൂഹത്തിൽ ചർച്ച വരുന്നുണ്ട്. അവർക്ക് നേരെയുള്ള ഒരു അക്രമം കൂടിയാണ് ഇത്തരത്തിലുള്ള അസംബന്ധ അസത്യ വാർത്തകൾ. നിങ്ങൾ ഈ സിനിമയിലും മറ്റും കാണാറില്ലേ, പലപ്പോഴും നേരിട്ട് നടക്കുന്നതാണ്. ഈ ബാങ്ക് കൊള്ളയടിക്കാൻ വേണ്ടി മിഷ്യൻ കണ്ണും തോക്കുമായിട്ട് വരുന്നവർ ബാങ്കിൽ നിൽക്കുന്ന ഒന്നും അറിയാത്ത നിരപരാധികളെയും വെടിവെച്ച് വീഴ്ത്താറുണ്ട്. അതിന് സമാനമായ മാനസികാവസ്ഥയാണ് ഇത്തരം വാർത്ത കൊടുത്ത ചില മാധ്യമ പ്രവർത്തകർക്കുള്ളത്. ഇടതുപക്ഷ സർക്കാരിനോടുള്ള അന്ധമായ വിരോധം വയനാട്ടിലെ ദുരന്തത്തിന്റെ ഭാഗമായി പ്രയാസം അനുഭവിക്കുന്നവരെ പോലും നശിപ്പിച്ചുകൊണ്ട് വാർത്തയാക്കി മാറ്റാം എന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് ബാങ്ക് കൊള്ളയടിക്കുന്നവരുടെ മാനസികാവസ്ഥ പോലെയായി ചില മാധ്യമ പ്രവർത്തകർ മാറിയിരിക്കുകയാണ്. ബി.ജെ.പി ഏജന്റുമാരായി പ്രവർത്തിക്കുകയാണ്. ഇതാണ് പൊതുവെ ആളുകൾക്കിടയിൽ ഉയർന്നു വരുന്നത്. ഇതൊക്കെ ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് ആദ്യമായിട്ടല്ല. 2016 മുതൽ 2021 വരെയുള്ള സർക്കാരിനെയും ഇതുപോലെ അസത്യ പ്രചരണങ്ങളാൽ ആക്രമിക്കാൻ പലരും ശ്രമിച്ചിരുന്നു. ഞങ്ങൾ ജനങ്ങളോട് കാര്യങ്ങൾ പറഞ്ഞു, ജനങ്ങൾക്ക് കാര്യങ്ങൾ ബോധ്യമായി. 2021 വീണ്ടും ഞങ്ങൾ അധികാരത്തിൽ വന്നു. ഇപ്പൊ ഇതുപോലുള്ള അക്രമം ചരിത്രത്തിലാദ്യമായി ഇടതുപക്ഷ തുടർഭരണം എന്നൊരു സർക്കാരിനെതിരെ നടത്തി വരികയാണ്. അതിൽ നിരാശപ്പെടുന്നവരല്ല ഞങ്ങൾ. നിരാശപ്പെടുന്നവരുടെ കൂട്ടത്തിൽ പെടുത്താവുന്നവരല്ല കമ്മ്യൂണിസ്റ്റുകാരും ഇടതുപക്ഷ പ്രസ്ഥാനത്ത് പ്രവർത്തിക്കുന്നവരും. അയ്യോ ഇതാകെ തകർന്നുപോയി എന്ന് നിലവിളിച്ച് കരയുന്നവരല്ല. ഇത് ഞങ്ങൾ ജനങ്ങളോട് പറയും. ജനങ്ങൾക്ക് കാര്യങ്ങൾ നല്ല നിലയിൽ ബോധ്യമാണ്. ഇത്തരം കാര്യങ്ങളും ഇതിന്റെ പിന്നിലുള്ള രാഷ്ട്രീയ താല്പര്യങ്ങളും ജനങ്ങളോട് പറയും. അതിന് വലിയ സഹായമാണ് ബി.ജെ.പി സംസ്ഥാന പ്രസിഡന്റ് ഇന്നലെ പത്രസമ്മേളനം നടത്തി പറഞ്ഞതിലൂടെ വന്നിട്ടുള്ളത്. കാരണം അദ്ദേഹത്തിന്റെ പത്രസമ്മേളനത്തിലൂടെ തന്നെ ഇത്തരം വാർത്തയുടെ ഗുണഭോക്താവ് ആര് എന്നുള്ളത് ബോധ്യപ്പെട്ടിരിക്കുകയാണ്. കേരളത്തിലെ ബി.ജെ.പിയിലെ ചിലർ കേരള സർക്കാരിന് ലഭിക്കുന്ന അർഹമായ ഫണ്ടും സഹായവും ലഭ്യമാകാതിരിക്കാൻ അള്ളുവെക്കുന്ന പണി തുടരുന്നു എന്നുള്ളതാണ് ബി.ജെ.പി സംസ്ഥാന പ്രസിഡന്റിന്റെ വാർത്താ സമ്മേളനത്തിലൂടെ നമുക്ക് ബോധ്യമാകുന്ന കാര്യം. ഇതിൽ ഏറ്റവും കൂടുതൽ ബി.ജെ.പി നേതാക്കൾ തന്നെ പറയുന്നത് സ്വാഭാവികമായി ഈ കണക്കുകൾ ഊന്നിപ്പെരുപ്പിച്ചതാണെന്ന് പറയുമ്പോൾ തന്നെ കേരളത്തിലെ മുഖ്യമന്ത്രി എന്തുകൊണ്ട് ഈ വിഷയത്തിൽ ബി.ജെ.പിക്കെതിരെ പറയുന്നില്ല, അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിനെതിരെ പറയുന്നില്ല എന്ന് ചോദ്യം ചെയ്യുന്നത് അത് അന്തരീക്ഷത്തിൽ നിൽക്കുന്നില്ല. അല്ല, മുഖ്യമന്ത്രിയും സംസ്ഥാന സർക്കാരും ഇതിൽ നിലപാട് പറഞ്ഞിട്ടുണ്ടല്ലോ. കേന്ദ്ര സർക്കാരിന്റെ സഹായം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. പ്രധാനമന്ത്രി കേരളത്തിൽ വന്നപ്പോൾ വളരെ പോസിറ്റീവായ നിലപാടാണ് സ്വീകരിച്ചത്. എന്നിട്ട് എന്തുകൊണ്ട് ഇത്ര ദിവസമായിട്ട് സഹായം ലഭിക്കുന്നില്ല എന്നുള്ള ചോദ്യമൊക്കെ ഒരു ഭാഗത്തുണ്ട്. അതവിടെ കട്ടെ. പ്രധാനമന്ത്രി യോഗത്തിൽ പങ്കെടുത്തവരാ ഞങ്ങളൊക്കെ. വളരെ പോസിറ്റീവായിട്ടാണ് അദ്ദേഹം സംസാരിച്ചത്. അതുകൊണ്ട് സഹായം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്, സഹായം കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അത് പൊതുവെ സമൂഹമാകെ പ്രതീക്ഷിക്കുന്നത്. അതെന്തെങ്കിലും ഔദാര്യമല്ല. കേരളത്തിന് കിട്ടേണ്ട എന്തെങ്കിലും ഔദാര്യമല്ല, അവകാശമാണ്. മറ്റു പല സംസ്ഥാനങ്ങളിലും ദുരന്തമുണ്ടായപ്പോൾ വലിയ നിലയിലേക്ക് സഹായം കേന്ദ്ര സർക്കാർ നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് ഇത് അവകാശമാണ്. ആ അവകാശമാണ് പ്രതീക്ഷിച്ചുകൊണ്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രിയും സർക്കാരും ഇപ്പോഴും നിലകൊള്ളുന്നു എന്നുള്ളതാണ് അതിന്റെ മെമ്മോറാണ്ടത്തിൽ സമാനമായ മെമ്മോറാണ്ടം യു.ഡി.എഫിന്റെ കാലത്ത് സമാനമായ മെമ്മോറാണ്ടം നൽകിയിട്ടുണ്ട്. ഇപ്പോൾ നൽകിയ പോലെ. എന്നാൽ പ്രതിപക്ഷ നേതാവ് ഇന്നും അതിനെയും തള്ളിപ്പറയുകയാണ്. ചില പുഴുകുത്തുകൾ ഉണ്ടെന്നൊക്കെയാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത്.
അല്ല, BJP സംസ്ഥാന നേതൃത്വത്തിലെ ചിലർ അവരുടെ ഏജന്റ് പണിയെടുക്കുന്ന ചില മാധ്യമ പ്രവർത്തകരുടെ സഹായത്താൽ ചില വാർത്തകൾ പുറത്തേക്ക്, അസത്യ വാർത്തകൾ പുറത്തേക്ക് വിടും. അത് ഏറ്റുപിടിക്കുന്ന പണിയാണ് കേരളത്തിലെ UDF-ന്റെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാർ നടത്തുന്നത് എന്നുള്ളത് UDF-ലെ അണികൾക്ക് തന്നെ ബോധ്യപ്പെടുന്ന കാര്യമാണ്.